അസ്സലാമു അലൈക്കും. എൻ്റെ പ്രധാനമന്ത്രിക്കും സുരേഷ് ഗോപി സാറിനും ഇന്ന് 2 ജൂലൈ 2025. അപ്പോൾ എൻ്റെ ഫേസ്ബുക്കും വാട്സപ്പുമൊക്കെ പിന്നിൽ ആരൊക്കെ കയറിയിട്ട് വല്ലാതെ കളിക്കുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ എനിക്ക് പറയാനുള്ളത് സോഷ്യൽ മീഡിയ എന്ന സുപ്രീം കോടതിനോടാണ്. ഞാനതിനെ വിശുദ്ധ പവറായിട്ട് കാണുന്നു. എനിക്ക് സോഷ്യൽ മീഡിയയിലുള്ള സുപ്രീം കോടതിനോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് മരുന്നില്ലാണ്ട് ചികിത്സക്ക് നടക്കുന്നവർ കോടിക്കണക്കിന് ആളുകളാണ്. മനസ്സിലായല്ലോ? RCCയിൽ പോയി നോക്കൂ. അപ്പോൾ അന്നത്തെ അതായത് റാസി എന്നെ പഞ്ചായത്ത് മെമ്പർ റാസി KP വാപ്പുട്ടി എന്നെ മുടക്കാനായിട്ടുള്ള പഞ്ചായത്ത് നിട്ട കടലാസിൻ്റെ പുറത്ത് ഉണ്ടായ ഒരു തീരുമാനത്തിൻ്റെ മുമ്പ് മരുന്ന് പൊടിച്ചു വെച്ചു. ഇത് 60 ലക്ഷം രൂപ ചിലവുള്ളതാണ്. ഇത് ആരുടെ മരുന്നാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? അതായത് ഡേഞ്ചർ അവസ്ഥയിൽ ഇപ്പോൾ സുശാന്ത് നിലമ്പൂർ ഒരു പെണ്ണുങ്ങളെ കാണിച്ചിട്ട് പറയുന്നില്ലേ, അത്രക്കാരൻ മരുന്നാണ് ഈ കാണുന്നുണ്ടല്ലോ. ഇത് ഏകദേശം 60 ലക്ഷം രൂപയുടെ മരുന്നുണ്ട് കേട്ടോ. നല്ല ഒന്നാം തരം മരുന്നാണ്. അതായത് 20 ഗ്രാം മരുന്നിന് ഇതിന് 15 ലക്ഷം രൂപ വരും. 20 ഗ്രാമിന് കേട്ടോ. ഇതും അതേപോലുള്ള സാധനം. ഇതതിൻ്റെ കൂടുതൽ കുറയുന്നത് ഏകദേശം ഒരു 3 കിലോ ഉണ്ട്. ഇതും അതുപോലെ ഉണ്ട്. അപ്പം ഞാൻ എന്തിനാ ഇത് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉപയോഗം ഞാൻ പഠിച്ചതാണ്. അതായത് നമ്മളുടെ മജ്ജപ്പഴുപ്പിൻ്റെ കേട് വന്നാൽ, മലദ്വാരത്തു കൂടെ ക്യാൻസർ വന്നാൽ ഈ സാധനത്തു നിന്ന് 16 ഗ്രാം മരുന്ന് കൊടുത്തിട്ട് ഞാൻ നിരവധി ആളുകളെ രക്ഷപ്പെടുത്തിയുള്ളതാണ് കേട്ടോ. അങ്ങനെ ആ കഷായം മതി 3 ആൾക്ക് വിടാൻ. ഒരാൾക്കും അത് മതി, 3 ആൾക്കും അത് മതി. കാരണം അതിൽ വെള്ളം കൂട്ടിയ അളവാണ് കൂട്ടേണ്ടത്. അതിൽ പച്ചവെള്ളത്തിൻ്റെ ഉപയോഗം. ഞാൻ ഇവിടെ മറ്റൊരു വിഷയം പറയാനാണ്. അപ്പോൾ ഇത്തരം മരുന്ന് കേടുന്നിട്ട് ഞാൻ പലതവണ വീഡിയോ അന്നൊക്കെ ഇതിലിട്ടതാണ് കേട്ടോ. അതാണോ ഇത് കംപ്ലീറ്റ് സങ്കടം സഹിക്കാൻ പറ്റാതെ ഇനിയുണ്ട് ഇവിടെ. ഇനി ഇവിടെ കാണണം. അപ്പോൾ ഇത് മാത്രമല്ല, ഒരു ഗിനിപ്പിങ്ങിന് 7.5 ലക്ഷം രൂപ. അതിന് കംപ്ലീറ്റ് ഒരു വിഷം വെച്ച് കൊന്നത് 3000 ഗിനിപ്പിങ്ങിന്. സുപ്രീം കോടതി അറിയണം, ഇതൊക്കെ നമ്മൾ പൈസ കൊടുത്തുണ്ടാക്കുന്നതാണ്. ഇന്ന് ക്യാൻസറായിട്ട് വന്നിരുന്ന ഒരു പെൺകുട്ടി, മനസ്സിലായില്ലേ, അവർ രോഗം മാറി എന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തിക്കണം മെഡിക്കൽ കോളേജ്. എൻ്റെ മുന്നിൽ നിൽക്കുന്നത് 45% ഇന്ന് രോഗമുള്ളതാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഞാനതാ കാണണം. ഞാൻ കണ്ടതേക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതിന്ന് 5 ഗ്രാം മരുന്ന് അതിന് വേണ്ടു ഈ സാധനത്തിന്. ഇതാണ് ആ സാധനം. ഇതിന് PRRF എന്ന് പറഞ്ഞ സാധനമാണിത് കണ്ടോ. 5 ഗ്രാം മരുന്ന് 30 ലിറ്റർ കഷായം കൊണ്ട് ശരിയാവും. അപ്പോൾ ആ കുട്ടിക്ക് ഒട്ടനവധി കാര്യങ്ങൾ, അതിൻ്റെ ഒരു പരാതി ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അത് നേഴ്സിംഗ് പഠനമൊക്കെ പഠിച്ചിട്ട് ഒരുപാട് വിദ്യകളൊക്കെ പഠിച്ചതാണ്. ആ വിദ്യയൊക്കെ പഠിച്ചിട്ട് വരുമ്പോഴും എൻ്റെ മുന്നിൽ വരുമ്പോൾ നല്ല ചിന്തിക്കേണ്ട വിഷയം ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ ലൈവിൽ പറയാം. ഈ കാര്യം പറയാൻ അതിന് ജീവിക്കണമെന്നുണ്ട്. ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ഏത് പെണ്ണായാലും ആണായാലും അതിന് ഇണ വേണം. ആ ഇണ മാത്രമല്ല, നമ്മളുടെ ഭാവി സുരക്ഷിതമാവണം. നമുക്ക് 1-2 കുട്ടികൾ, 8-10 കുട്ടികൾ. എൻ്റെ ഉമ്മക്ക് 15 കുട്ടികളുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? എൻ്റെ ഉമ്മ ഞങ്ങൾക്ക് ദൈവമാണ്. അപ്പം ഇവർക്ക് നമ്മൾ വേണ്ടാത്ത വിഷം കുത്തിവെക്കുന്നതിന് പകരം മണ്ണിലുള്ള ഇലയും പുല്ലുമാണ് നമ്മുടെ മരുന്ന്. അത് പല ആളുകളുടെയും തൊടുവിലുണ്ടെങ്കിൽ അതിനവർക്ക് വില കൊടുക്കണം. നമ്മളുടെ വീട്ടിലൊരാൾ പണിക്ക് വന്നാൽ അവർക്ക് ഇന്നത്തെ മൂല്യമായ ശമ്പളം കൊടുക്കണം എന്ന് പഠിപ്പിക്കാനുള്ള കോളേജുകളില്ല നമ്മുടെ നാട്ടിൽ. പകരം വിഷം കുത്തിവെക്കാണ്. അവൻ മാപ്പിളയാണ്, ചെറുമനാണ്, നസ്രാണിയാണ്, അവനെ കൊല്ലണം, ഇവനെ കൊല്ലണം, മറ്റവനെ കൊല്ലണം. മനുഷ്യനെ നോക്കിയാൽ കാണൂല. എന്താണ് മനുഷ്യത്വം? നമ്മൾ കഴിക്കുന്ന ആഹാരം എന്ത് ഭക്ഷണമാണെങ്കിലും നമ്മുടെ അടുത്തിരിക്കുന്ന ഒരാൾക്ക് ഇതിൻ്റെ ഒരു പങ്ക്, ഈ കഴിക്കുന്നതിൻ്റെ ഒരു പങ്ക് അതിന് ഇഷ്ടമുള്ളവർക്ക്, അതാണ് മനുഷ്യത്വം. എൻ്റെ പ്രസംഗം കേൾക്കുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ചിന്തിക്കേണ്ട അതാണ്. ഈ പെൺകുട്ടികൾക്കൊരു പ്രത്യേക ഒരു സ്വഭാവമുണ്ട്. എപ്പോഴും ലാളിത്തം കൊണ്ട് മുകൾക്ക് കയറണം. 100 രൂപയുടെ സാധനം വാങ്ങിയെന്ന് പറയാൻ അവർക്ക് ഇഷ്ടമല്ല. 10,000 കോടി രൂപ എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ ഇഷ്ടമായി. ഇവരെ ഒന്ന് ചിന്തിക്കണം. 10 രൂപയുടെ മരുന്നിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ രക്ഷപ്പെടേണ്ടി വരിക. 10,000 കോടി കൊണ്ട് രക്ഷപ്പെടില്ല.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, RCCയിൽ ഒരു ദിവസം ചെല്ലുന്ന ആളുകൾ എത്ര? ഏതെങ്കിലും ഒരാളെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടോ? എന്താ രക്ഷപ്പെടാത്തത്? ഈ രോഗം മാറിയിട്ട് ഒരു 50 കൊല്ലം മരുന്ന് കഴിക്കാത്തവരും ഉണ്ടോ എന്ന് നോക്കണം. ഇതിനൊക്കെ ഉത്തരം പറയുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. 2 ദിവസം മുന്നേ ഈ വാച്ച് കേട് വന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടതാണ്. ഇപ്പോഴത്തെ യഥാർത്ഥ സമയമാണ് കാണിക്കുന്നത്. കേട് വന്നു എന്ന് ഞാനതിട്ട് ഇന്ന് ഞാൻ അവരുടെ അടുത്ത് പോയി. അവരുടെ അടുത്ത് ചെന്നിട്ട് അടുത്ത് പൈസ ഒന്നുമില്ല. ക്ലോക്ക് നിങ്ങൾ കാണുന്നുണ്ടോ? കണ്ടില്ലേ? ക്ലോക്ക് കണ്ടില്ലേ? കണ്ടില്ലേ? ക്ലോക്ക് കണ്ടില്ലേ? ഈ സാധനത്തിന് ചെന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു പൈസ ഒന്നുമില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ മൊബൈലൊക്കെ വാങ്ങി അവർ പരിശോധിച്ചു. അപ്പോൾ നോക്കുമ്പോൾ പൈസ ഇല്ല. അപ്പോൾ നോക്കുമ്പോൾ അവരെന്താക്കിയെന്ന് പറഞ്ഞാൽ എന്തായാലും 150 ഉറുപ്പ്യക്ക് അവർ നേരാക്കി തന്നു. ഈ നേരാക്കി തരാൻ അവർക്കൊരു കഥ ഉണ്ട്. കാരണം അവരുടെ ഉമ്മാനെ ഞാൻ തിരുവനന്തപുരം RCC കൊന്നതാണ്. ആ ഉമ്മ ഇന്ന് അവർക്ക് ചോറും കഞ്ഞിയും വെച്ച് കൊടുത്ത് അവരെ പിന്നാലെ ആട്ടിയടിക്കണം. ആ കുട്ടികൾ 3 ആളുണ്ട് ആ കടയിൽ. അവരുടെ കുട്ടികൾ 3 ആളുണ്ട്. ഞാൻ അവരോട് ഒരുപാട് വിറ്റടിച്ചതിൻ്റെ ഒരു കാരണം അവരുടെ സ്വന്തക്കാരൊരു കരൾ കംപ്ലൈൻ്റ് ആയിട്ട് ICU കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പട്ടിണിക്കെട്ട് കൊല്ലാനാണ്, മരുന്ന് പണി എൻ്റെ അടുത്ത് വരാൻ പറയും. മനസ്സിലായില്ലേ? ഒരു 15 ലക്ഷം ഉറുപ്പ്യാണ് അതിന് വരികയെന്നൊക്കെ തോന്നുന്നത്, അത് അടക്കാൻ വേണ്ടി പറയുന്നു. അപ്പോൾ നിങ്ങൾ ഭാഷ വെച്ച് ഒട്ടിക്കാമെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ഈ കരൾ രോഗം കൊണ്ട് ബോധം കെട്ടി കിടക്കുന്ന ആളെ എൻ്റെ മരുന്ന് ഉപയോഗിച്ച് 10 ദിവസം വരുമ്പോൾ ഞാൻ വലിയൊരു ബണ്ണയുടെ വടിയെടുത്ത് കൈ കൊടുക്കാം. എന്തിനാണെന്നറിയോ? നിങ്ങളെ പീടിയടിച്ച് പൊളിക്കാനാണ്. ഇതൊരു കോമഡിയാണ് കേട്ടോ, നടക്കാത്ത കാര്യമാണ്. ഞാൻ അതിനല്ലാതെ പറഞ്ഞു, അവർക്ക് വിഷമം പറഞ്ഞു. അപ്പോൾ എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ തിരിച്ചവർക്ക് കൊടുത്തൊരു മറുപടി ഉണ്ട്, അത് നിങ്ങൾക്കറിയണ്ടേ? അത് ഒന്നുമല്ല, നിങ്ങൾ കറണ്ട് കുടുങ്ങിയിട്ട് ചത്ത കാക്ക നിങ്ങളതിന് വെള്ളം കൊടുത്ത് രക്ഷപ്പെടുത്തിയാൽ ആദ്യം നിങ്ങളുടെ തല എല്ലാ കാക്കകളും കൂടി കുത്തിപ്പൊളിക്കും. അങ്ങനെ ഒരു ചരിത്രമുണ്ട്. കാക്കയ്ക്കും 2 കാലാണ്, പിന്നെ 2 ചിറകാണ്. എനിക്കും അതുപോലെയാണ്, ഒരു വ്യത്യാസവുമില്ല. അപ്പം ഞാനും അതാ ചെയ്യാം. മനസ്സിലായില്ലേ? അതിനിടയ്ക്ക് നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ കുറേ ചിന്തിക്കില്ലേ? ആ ചിന്തപ്പം നമ്മൾ കഴിഞ്ഞ 45-50 കൊല്ലം കണ്ടിട്ടില്ലല്ലോ എന്നവരോട് പറഞ്ഞു. അവരെല്ലാവരും കൂടി ചിരിച്ചു. ഞാൻ പോകുന്നു. ഇതിലൊന്നും ഞാൻ അവരെ സന്തോഷിപ്പിച്ചിട്ടില്ല, സന്തോഷിപ്പിക്കാൻ പോകുന്നില്ല. നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, സന്തോഷിപ്പിക്കുന്നില്ല. പക്ഷേ നിങ്ങളിത് കേൾക്കണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതിൽ 5 ഗ്രാം മരുന്നുണ്ടെങ്കിൽ RCCയിൽ നിന്ന് 5000 കോടി രൂപ ചിലവിട്ട്, അല്ലെങ്കിൽ നമ്മളെ പിന്നെ കൊച്ചിയിൽ കിടക്കുന്ന ഒരു വാട്ടർ അതോറിറ്റിയുടെ എഞ്ചിനീയർ 6000 ഓപ്പറേഷൻ ചെയ്ത ആൾക്ക് ഇതെന്ന് 300 ഗ്രാം മരുന്ന് ഉപയോഗിക്കണം. ഇതെന്നാണ് ഉപയോഗിക്കേണ്ടത്. ഇതിൻ്റെ ബാക്കിയുള്ള സെറ്റ് വേറെ ഉണ്ട് കേട്ടോ. ഇത് പറ്റില്ല. ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച് പാക്കാക്കാത്തതുകൊണ്ട് എൻ്റെ താറാറ് വന്നതിൻ്റെ കൂടുതലൊക്കെ പോയി. പക്ഷേ ഞാൻ ഇവിടെ നിങ്ങളോട് പറയുന്നത്, ഒരു ഗിരിപ്പെങ്കിൽ 7.5 ലക്ഷം രൂപ 3000 എണ്ണത്തിനെ കൊന്നു. മനസ്സിലായോ? എന്തിനാ ഇത്രയും ഭാരിച്ച നാശനഷ്ടം എനിക്കുണ്ടാക്കി? ഞാനിതൊക്കെ കടം മേടിച്ചിട്ടല്ലേ ചെയ്യുന്നത്. എൻ്റെ അടുത്ത് നോട്ടടിക്കണം പണിയില്ലല്ലോ. ഒരുപാട് ആൾക്കാരിൽ നിന്ന് കടം മേടിച്ച് ഞാൻ നേരത്തെ പറഞ്ഞുള്ളൂ വാച്ചുകാരൊക്കെ പോയത്. അങ്ങനെ ഓരോരുത്തരായിരുന്നു ഓരോന്ന് വാങ്ങിയിട്ടാണ്. അല്ലാതെ എനിക്ക് എൻ്റെ കെട്ടിരിപ്പൊന്നുമില്ല. എനിക്ക് വൈകുന്നേരം ചെന്നാൽ ലോണും തരില്ല, ഒരു രൂപ ലോണും തരില്ല. ആരെങ്കിലും തന്നെന്ന് വിചാരിച്ചാൽ തിരിച്ചടക്കാനും എൻ്റെ അടുത്തില്ല. മനസ്സിലായില്ലേ? ഇങ്ങനൊരു ഗതിയുള്ളൊരാളാണ്. എന്തിനാണ് എൻ്റെ കല്യാണം മുടക്കിയത്? എന്തിനാണ് ഈ നാശനഷ്ടം ഉണ്ടാക്കിയത്? എന്തിനാണ് എൻ്റെ ഭാര്യ നുണ പറഞ്ഞ് തരാണ്ടാക്കിയത്? അതുകൊണ്ട് ഇത് നഷ്ടം ഇത്രയും ആളുകൾക്ക് എനിക്ക് തോന്നുന്നത് ഇതൊരു 10000 ആൾക്ക് കൊടുക്കാണ്ടാവുന്ന ഇതിൻ്റെ കൂടെയുള്ള മരുന്നും. അപ്പോൾ അത് 10000 ആൾക്ക് ജീവിക്കേണ്ട മരുന്നായിരുന്നു. അപ്പോൾ ഇതിന് സമ്മാനം പറയേണ്ടത് ആരാ? നമ്മുടെ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിൽ പെടുന്ന എല്ലാവരും സമ്മാനം പറയണമെന്ന് എൻ്റെ അഭിപ്രായം. കാരണം തെറ്റ് 1 2 തെറ്റ് ചെയ്യും. പക്ഷെ മറ്റുള്ളവർ എന്തിനാണ് ഈ തകരാറൊക്കെ ചെയ്ത് തെറ്റായ രീതിയിൽ വാട്സപ്പ് മെസ്സേജ് ഉണ്ടാക്കി ഞാനാണ് ഈ തെറ്റ് ചെയ്ത് എന്നാക്കി തീർത്തതിൻ്റെ കാരണം എനിക്കറിയണം. പിന്നെ ഇതുവരെ നമ്മുടെ നാട്ടിൽ പോലീസ് കലക്ടറും ഇവിടെ ഇല്ല. ഇനി വല്ലവരും ഉണ്ടെങ്കിൽ വ്യക്തമായി ചിന്തിക്കുക ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അതായത് നമുക്ക് ഈ കഴിവ്, എനിക്ക് ഈ ബുദ്ധി പഠിച്ചോ തന്നാ, അത് സ്വപ്നത്തിൽ തന്നാ. 2 തവണ 6 മാസം വീതം രാത്രിയും പകലും ഞാൻ ഉറക്കത്തിപ്പെട്ടിട്ടുണ്ട്. ഇവർ എന്നെ വിളിക്കും, പക്ഷേ ഉണരാനിക്ക് കഴിയില്ല. ഞാൻ മരിക്കൊന്നുമില്ല. അവിടുന്ന് എണിച്ചിട്ട് ഞാൻ ഒരു വയറിളകി പോയിട്ട് 1 മാസം മണം വന്നിട്ടുണ്ട് എൻ്റെ പരിസരത്ത് ഫുള്ളായിട്ട്. അപ്പോൾ നിങ്ങളിതൊക്കെ ചിന്തിക്കണം. അതായത് എനിക്കുണ്ടാക്കിയ നാശനഷ്ടം
അതുപോലെ ഒരു പെണ്ണുങ്ങളില്ലാത്തതിൻ്റെ ഒരു കുറവാണ് ഈ കാണുന്നത്. അതായത് ഒരു 25 വയസ്സുള്ളൊരു പെണ്ണുണ്ടെങ്കിൽ ഇതൊക്കെ നന്നായി പോകും. എൻ്റെ മാത്രമല്ല, ഒരുപാട് ആളുകൾക്ക് ജീവിതം തിരിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് സോഷ്യൽ മീഡിയ ശരിക്കും പരസ്യം ചെയ്യണം, അതിന് വേണ്ട ചർച്ച ചെയ്യണം. ആരെടുത്താൽ തെറ്റെങ്കിൽ എനിക്ക് നഷ്ടം തരണം, എൻ്റെ നഷ്ടം എങ്ങനെ ഇവർക്ക് നടത്താൻ പറ്റുക, ഈ കൊന്നവർക്ക് ജീവൻ കൊടുക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ തന്നെ ചർച്ച ചെയ്യണം. ചർച്ച ചെയ്യാണ്ട് നിങ്ങൾ വിട്ടാൽ വയനാട്ടിലെ ദുരന്തം നിങ്ങൾ കണ്ടില്ലേ, അതിൻ്റെ ഒരു 2000 ഇരട്ടി ദുരന്തം നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അത് നിങ്ങളെ കൊണ്ടേ പോകും, വെറുതെ പോവില്ല. കാരണം ഞാനിത് പടച്ചോടെ ഏൽപ്പിച്ചു. അത് മാത്രമല്ല, എൻ്റെ മക്കൾക്ക് കള്ളും കഞ്ചാവൊക്കെ കൊടുത്തിട്ട് MDMA ഒക്കെ കൊടുത്തിട്ട് എന്നെ നശിപ്പിക്കാൻ എന്തിനാ അവർ പറഞ്ഞേക്കുന്നത്? ഈ ഒരു ചോദ്യം ഈ സമൂഹത്തോട് ഞാൻ ചോദിക്കാം. ഇതിൻ്റെ പിന്നാമ്പുറത്ത് ആരാണ് എന്താണെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ അതിനൊന്നും അല്ല കാര്യം, എൻ്റെ ചോദ്യത്തിലാണ്. കാരണം ചോദ്യം ഞാൻ ചോദിക്കും, പറഞ്ഞേ പറ്റൂ. അല്ലാണ്ട് നിങ്ങൾ ചോദിച്ചത് പറയാനുള്ള എല്ലാവർക്കും എനിക്കതിൻ്റെ കാര്യം ഞാൻ എൻ്റെ മറു സൈഡിൽ എൻ്റെ ഒരു ജോലിയുണ്ട്, അത് ഞാൻ കണ്ടീഷനായിട്ട് ചെയ്യുന്നുണ്ട്. അതിന് ഒരു അപ്പീലും ആര് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. മനസ്സിലായില്ല? അതിന് ചിലവുള്ള പൈസ തരണം, പോകുമ്പോൾ എന്തെങ്കിലും ഒരു 50 രൂപ എനിക്ക് തരണം. മനസ്സിലായില്ലേ? അതുപോലെ ഏത് വിഷം ഞാൻ ഇറക്കും. ഓക്കെ, ഞാൻ പച്ചില മരുന്ന്, കരൾ രോഗ വിദഗ്ധൻ, പട്ടാമ്പി. ഇത് മരുന്നാണ് ഫുള്ള് കേട്ടോ, ഇത് ഫുള്ള് മരുന്നാണ്.